അപ്പോൾ മക്കളെ ക്രിസ്മസിന്റെ ആഘോഷ രാവുകളാണ് വരുന്നത് അല്ലേ? സോ നമുക്കറിയാം എക്സാമിനേഷനും അതിനുശേഷം ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ ആഘോഷിക്കേണ്ട സമയം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലയളവിൽ നിങ്ങൾ ഈ ഒരു 2-3 ദിവസം ഉണ്ടല്ലോ, അത് പഠിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ജീവിതത്തിൽ എപ്പോഴും പഠനം മാത്രമല്ല, ഇതുപോലുള്ള സമയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം അടിച്ചു പൊളിക്കുക, അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദർ, ഇതൊക്കെ മൊമെന്റ്സ് ആണ്. ഇതൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എൻജോയ് തന്നെ ചെയ്യുക. പക്ഷേ എല്ലാ ദിവസവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമുക്കൊരു 9 ദിവസത്തെ വെക്കേഷനാണ് ഉള്ളത്, ക്രിസ്മസ് വെക്കേഷൻ. അപ്പോൾ അതിൽ ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റിൽ മാറ്റി വയ്ക്കാമെങ്കിലും ഒരു 5 ദിവസമെങ്കിലും 5-6 ദിവസമെങ്കിലും നമ്മൾ സ്റ്റഡീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം സ്കൂളില്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇരുന്ന് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണിത്. അപ്പോൾ വെക്കേഷൻ അങ്ങനെ യൂട്ടിലൈസ് കൂടി ചെയ്യണം. കാരണം എക്സാമിനേഷന് ഇനി അധിക നാളുകളൊന്നും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു എന്താ പറയുക വലിയ തിരക്കുകളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇനി വേണം ഒന്ന് തുടങ്ങാൻ അല്ലേ, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ജനുവരി ആകുമ്പോൾ ഒന്നുകൂടി തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം, പഠിത്തം അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ എൻ ഗെയിമിൻ്റെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. സോ എൻ ഗെയിമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അവസാനവട്ട പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഹൈ A+ഓട് കൂടി തന്നെ നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങാനും സാധിക്കും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി ജനുവരി തൊട്ട് നമ്മുടെ ലൈവുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവ് ഓരോ ചാപ്റ്ററും കിടിലമായിട്ട് റിവൈസ് ചെയ്തതെന്ന് നമുക്ക് ഫൈനൽ എക്സാമിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കി എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാകണം. സൈലം എന്നും നിങ്ങളുടെ പഠിത്തത്തിൽ കൂടെ തന്നെ ഉണ്ടാകും. സോ once again ഹാപ്പി ക്രിസ്മസ്.